നമുക്ക് 24-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ദൃശ്യാത്മകം രൂപമേകമേകമസ്യൈവമക്ഷയം സ്വയമേവമജം ഭാതി യന്ന ഭാതീവ കിഞ്ചന. ദൃശ്യാത്മകം രൂപം, ദൃശ്യമായി കാണപ്പെടുക എന്നുള്ളത് പരമാത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്. ഈശസ്യേഷ സ്വഭാവോയം എന്നാണ് ഗൗഡപാദ മഹർഷിയും ഗൗഡപാദ കാരികയിൽ പറയുന്നത്. സൃഷ്ടിക്ക് എന്താണ് കാരണം? ഈശ്വരൻ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്നു. തനിയെ പൊന്തിയതാണ് ഇത് എന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു. മായയാണ് സൃഷ്ടിക്ക് കാരണം എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം നാമരൂപ പ്രകടനം അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് ആത്മാവിൻ്റെ സ്വഭാവമാണ്. ഒന്നിൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചോദിക്കത്തില്ലല്ലോ നിങ്ങൾ. അയാൾ എന്തുകൊണ്ട് അങ്ങനെ, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അതാതിൻ്റെ സ്വഭാവം. സ്വഭാവത്തിന് കാരണം ചോദിക്കരുത്. സ്വതവേയുള്ള ഭാവമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്കയുടെ സ്വഭാവമാണ് കഴിക്കുക എന്നുള്ളത്. പുളിയുടെ സ്വഭാവം പുളി, പഞ്ചസാരയുടെ സ്വഭാവം മധുരം, ഉപ്പിൻ്റെ സ്വഭാവം ഉപ്പ് രസം, ദേവൻ്റെ സ്വഭാവം ദേവത്വം, അസുരൻ്റെ സ്വഭാവം അസുരത്വം. മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ഓരോരുത്തർക്കും ഓരോ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതിന് കാരണം ചോദിച്ചിട്ട് കഥയില്ല, കാര്യമില്ല. അപ്പോൾ ദൃശ്യാത്മകമായ എന്ന് പറഞ്ഞാൽ അനേകം ദൃശ്യങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചം ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതായത് ദ്രഷ്ടൃദൃശ്യങ്ങൾ രണ്ടുമില്ലാത്ത ഏകമായിരിക്കുന്ന തത്വം തന്നെ ദ്രഷ്ടാവെന്നും ദൃശ്യമെന്നും കാണുന്നു. അങ്ങനെ ഒരു തോന്നൽ ഉളവാക്കുന്നു. ഇനി അത് ആത്മാവ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആത്മാവ് ഒന്നിൻ്റെയും തോന്നൽ ഉണ്ടാക്കുന്നില്ല. അത് അകർത്താവാണ്, അഭോക്താവാണ്. അത് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. പക്ഷേ പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളത് ഈ സത്യത്തിൻ്റെ ഒരു സ്വഭാവമോ സവിശേഷതയോ ആണ്. അതിൽ കവിഞ്ഞ് പ്രപഞ്ചോത്പത്തിക്ക് മറ്റൊരു കാരണവും വേദാന്തികൾക്ക് പറയാനില്ല. ദൃശ്യാത്മകം രൂപമേകം ഏകം അസ്യൈവമക്ഷയം. ഇത് ഏകമായ രൂപമാണ്, ക്ഷയമില്ലാത്ത. അനാദികാലമായി ഈ ബ്രഹ്മം പ്രപഞ്ചമായി തന്നെയാണ് കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇനി മേലിലും അങ്ങനെ തന്നെ ആയിരിക്കും. സമുദ്രത്തിൻ്റെ സ്വഭാവമാണ് അലകൾ ഉയരുക എന്നുള്ളത്. എന്നാണ് സമുദ്രത്തിൽ അലകൾ ഉണ്ടാകാൻ തുടങ്ങിയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമുദ്രമുണ്ടായ അന്നു മുതൽ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ബ്രഹ്മം ഉണ്ടായ ഒന്നല്ല, അനാദികാലമായി ദേശകാലങ്ങളുടെ ഭ്രമം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാണ് ഈ ആത്മാവ്, ബ്രഹ്മം. അപ്പോൾ അന്നു മുതലേ ഈ സത്യത്തിൽ ഈ പ്രപഞ്ച പ്രതീതി നിലനിന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ട്, എന്ന് മുതൽ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അക്ഷയമായ രൂപമാണിത്. അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്. ആത്മാവ് ലോകമായി അല്ലെങ്കിൽ പ്രപഞ്ചമായി കാണപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടില്ല. എന്നും ഇത് പ്രപഞ്ചമായി തന്നെ പ്രകടമായിരുന്നു. ആ സ്വഭാവം അതിൽ നിന്ന് വിട്ടുപോവുകയുമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ വിശകലനം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ആത്മാവാണ് എന്ന് തിരിച്ചറിയുക, അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സ്വയമേവം അജം ഭാതി യന്ന ഭാതീവ കിഞ്ചന. അജമായ ജനിക്കാത്ത ആത്മതത്വം തനിയെ നാമരൂപങ്ങളായി കാണപ്പെടുന്നു. യഥാർത്ഥത്തിൽ നാമരൂപങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നാമരൂപങ്ങൾ ഉള്ളതുപോലെ തോന്നിയാലും വസ്തുവിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല.
നാമരൂപരഹിതമായ വസ്തുവിലാണ് നാമരൂപ പ്രകടനം. ആ നാമരൂപ പ്രകടനം കൊണ്ട് അധിഷ്ഠാന സത്യത്തിന് ഒരു തരത്തിലും മാറ്റം സംഭവിക്കുന്നില്ല. അതെങ്ങനെയാണ് നാമരൂപങ്ങളായി യഥാർത്ഥത്തിൽ മാറാതെ നാമരൂപരഹിതമായ ആത്മാവ് തന്നെ പ്രകടിപ്പിക്കുക? അതാണ് മായ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നാമരൂപങ്ങളില്ല, നാമരൂപങ്ങളുടെ തോന്നൽ മാത്രമേ ഉള്ളൂ. അല്ല, ആ തോന്നൽ എന്തിന് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ആ തോന്നൽ വസ്തു സ്വഭാവം. മരുഭൂമിയിൽ എന്തിനാണ് കാനൽ ജലം കാണപ്പെടുന്നത്? ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ ഉറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണാതിരുന്നൂടെ? അല്ല, അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. അതുപോലെ തന്നെ എൻ്റെ നിയന്ത്രണത്തിലില്ലാതെ തന്നെ ഞാൻ സ്വപ്നം കാണുന്നില്ലേ? അതുപോലെ ആത്മാവിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഒന്നുമില്ലാതെ ആത്മതത്വത്തിൽ അതിൻ്റെ തന്നെ ശക്തിയായ മായ പ്രവർത്തിക്കുമ്പോൾ നാമരൂപങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ഇനി മിണ്ടരുത്, ഇനി മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിക്കുന്നു എന്ന് വിചാരിക്കരുത്. മിണ്ടാനൊന്നുമില്ല, മിണ്ടിയിട്ടും കഥയില്ല. വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വ സംശയങ്ങളും തീരും. അതുകൊണ്ട് അറിവാണ് സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം. സത്യം എന്താണെന്ന് അറിയുക. അതുവരെ ഈ സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പൊന്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അജമായ ആത്മതത്വം തനിയെ നാമരൂപങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു. അതൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അതിലാണ് ഈ പ്രപഞ്ചം പൊന്തിമറയുന്നത്. എന്ന ഭാതീവ കിഞ്ചന, അത് പ്രപഞ്ചമായി പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രകടനം വാസ്തവത്തിൽ അതിലില്ല. അതിനെ അറിഞ്ഞവർ പ്രപഞ്ചം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രപഞ്ചമായി കാണപ്പെടുന്നു എന്ന് അജ്ഞാനികളോടാണ് വേദാന്തം പറയുന്നത്. അജ്ഞാനികളോടാണ് ഈ വിശദീകരണം. ആത്മാവ് തന്നെ നാമരൂപങ്ങളാക്കി പ്രകടമാക്കുന്നു, നാമരൂപങ്ങളായി പ്രകടമാക്കുന്നു. അങ്ങനെ നാമരൂപങ്ങളായി പ്രകടമാകണം എന്നൊരു സങ്കല്പം അതിലുണ്ടായോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു സങ്കല്പവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സങ്കല്പമില്ലാതെ എന്ത് സൃഷ്ടി? അപ്പോൾ സൃഷ്ടി തന്നെ നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്നത് എന്താ? ബ്രഹ്മം. കഴിഞ്ഞു. ഇതൊക്കെ ബ്രഹ്മമാണ് എന്നറിയുന്നതോടുകൂടി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. എന്താ? ഈ പലത് യഥാർത്ഥത്തിലില്ല. ഒന്ന് തന്നെ പലതെന്ന പോലെ കാണപ്പെടുന്നു. അത് അജ്ഞാനദശയിലാണ്. അജ്ഞാനം നശിപ്പിക്കപ്പെട്ടാൽ ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ് ഉള്ളിലുദിക്കും. പിന്നെ ചോദ്യങ്ങൾ തന്നെയില്ല. പലതിനെക്കുറിച്ചാണ് നമ്മുടെ ചോദ്യങ്ങൾ. സംശയിക്കണമെങ്കിൽ മിനിമം 2 വേണം. ഒന്നേ ഉള്ളൂ എങ്കിൽ അവിടെ സംശയമില്ല. ആ സത്യം ഒന്ന് തന്നെയാണ്. ആ ഒന്നല്ലാത്ത മറ്റൊന്നും കൂടെ അതിലുണ്ട് എന്ന് കരുതിയാൽ സംശയം ഉള്ളിലുദിക്കും. അപ്പോൾ ഒന്നേ ഉള്ളൂ, ഏകതത്വ വിജ്ഞാനം. ഒന്നേ ഉള്ളൂ എന്നുള്ള വ്യക്തമായ അറിവ്. അതാണ് മനുഷ്യൻ അന്തിമമായി നേടേണ്ടത്. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ പല രീതിയിലും പ്രകടിപ്പിക്കുന്നു, പ്രപഞ്ചമായി പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയുമ്പോഴും അത് വാസ്തവത്തിൽ അതുമാത്രമായിട്ടാണ് നിൽക്കുന്നത്. അത് തന്നെ മറ്റൊന്നാക്കി മാറ്റുന്നില്ല. ആത്മതത്വത്തെ ജീവന്മാർ അവരുടെ ഉള്ളിലുള്ള അവിദ്യ കാരണമായിട്ട് പലതെന്ന പോലെ തെറ്റിദ്ധരിക്കുന്നു. അതിന് ആത്മാവെന്ത് പിഴച്ചു? കയറിനെ നമ്മൾ സർപ്പമാണ് എന്ന് കാണുന്നു. അതിൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൽ കയറിന് എന്തെങ്കിലും പങ്കുണ്ടോ? ദാറ്റ് ഈസ് യുവർ ഇല്യൂഷൻ. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്.
നിങ്ങൾക്ക് പാമ്പ് എന്ന പോലെ തോന്നുന്നു, വാസ്തവത്തിൽ അത് കയറ് തന്നെയാണ്. അത് കയറായിരിക്കവെയാണ് നിങ്ങൾ അതിനെ പാമ്പ് എന്ന പോലെ കാണുന്നത്. അപ്പോൾ അതാരുടെ കുറ്റം? സർപ്പത്തിൻ്റെ പ്രതീതി കയർ ജനിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അയ്യോ, അത് പാവം, അത് മിണ്ടാതെ അവിടെ കിടക്കുകയാണ്, അതുണ്ടെന്ന് പോലും അതിനറിയില്ല, ജഡവസ്തുവാണല്ലോ. അതിനെ നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് പാമ്പെന്ന പോലെ തെറ്റിദ്ധരിച്ചിട്ട് തെറ്റായി മനസ്സിലാക്കിയിട്ട് എൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് കാരണം കയറാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കയറുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇല്ലാത്ത പാമ്പിനെ കാണുന്നത് എന്നുള്ളത് ശരി. പക്ഷേ ആ ഭ്രമത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കയറിനെന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല. ഇതുപോലെ ആത്മാവിലാണ് പ്രപഞ്ചഭ്രമം സംഭവിക്കുന്നത് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ആ ഭ്രമത്തിന് ആത്മാവ് ഒരു തരത്തിലും കാരണമാകുന്നില്ല. ഭ്രമിക്കുന്നവനാണ് അതിന് പൂർണ്ണമായും ഉത്തരവാദി. ഭ്രമിക്കുന്നവൻ്റെ പേരാണ് ജീവൻ. എന്ന് പറഞ്ഞാൽ ഞാൻ. അനേക കോടി ജീവന്മാർ ഈ ലോകത്തുണ്ട്, മറ്റു ലോകങ്ങളിലുമുണ്ട്. അവരാണ് ഈ ലോകത്തെ അനുഭവിക്കുന്നത്. അവർ സത്യം കണ്ട് ഉണരട്ടെ. അവർക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടാവില്ല. അവർ പിന്നെ ബ്രഹ്മത്തെ ആയിരിക്കും അനുഭവിക്കുക. ഇപ്പോൾ കുറ്റം ചെയ്യാത്തവനെ തുറുങ്കിലടയ്ക്കരുത്, കഴുമരത്തിൽ കയറ്റരുത്, ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടരുത്. അദ്ദേഹം എന്ത് പഴിച്ചു? ദൈവം നിഷ്ക്രിയനാണ്, സാക്ഷി മാത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഒരു പങ്കുമില്ല. ഒരു തരത്തിലും അദ്ദേഹം ഉത്തരവാദിയാകുന്നില്ല. ആ ദൈവത്തെയാണോ ഈ കൃമികീടങ്ങളെ പോലെയുള്ള മനുഷ്യർ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്? എത്ര വിഡ്ഢിത്തമാണ്! ഇതിൽ പരം അജ്ഞത വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? സർവേശ്വരനിൽ കുറ്റം കണ്ടുപിടിക്കുക. അദ്ദേഹം പരിപൂർണനാണ്. ഒരു തരത്തിലുള്ള പരാമർശങ്ങൾക്കോ വിമർശനങ്ങൾക്കോ അദ്ദേഹം വിധേയനല്ല. അദ്ദേഹത്തെ വിധേയനാക്കരുത്. വിധേയനാക്കുന്നവൻ മണ്ടനായതുകൊണ്ടാണ്. അദ്ദേഹം വിധേയനല്ല. നമ്മുടെ ഒരാരോപണങ്ങൾക്കും സർവേശ്വരൻ വിധേയനല്ല. അദ്ദേഹത്തെ ആരോപണത്തിന് വിധേയരാക്കുന്നവരുടെ കുഴപ്പമാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കുക. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ്. പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലം എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയാണ്. ആ ലോകസഭയിലും രാജ്യസഭയിലുമുള്ള അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. എന്തിനാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞത്? എലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. നാമനിർദ്ദേശം. ഇപ്പോൾ രാജ്യസഭയിൽ MP ആണെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ ഉള്ള ഒരാൾ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ അദ്ദേഹത്തിന് നമുക്ക് സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞത്. പണ്ടൊക്കെ ഇത് വായിക്കുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഏത് എപ്പോഴും ഞാൻ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാറില്ല. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോയതിന് ശേഷമാണ് ഈ കടന്നു വന്ന, അതായത് തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഞാൻ മന്ദബുദ്ധിയാണെന്നുള്ള കാര്യം വ്യക്തമായില്ലേ? വേറെയുണ്ട് ആൾക്കാർ നമ്മളെപ്പോലെ. അതുകൊണ്ട് ഡിഗ്രിക്ക് പോയപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിലുള്ളത് സെക്കൻഡ് ഇയർ പഠിക്കും, സെക്കൻഡ് ഇയറിലുള്ളത് തേർഡ് ഇയർ പഠിക്കും. തേർഡ് ഇയർ കൊണ്ട് തീരുകയാണല്ലോ 3 വർഷത്തെ കോഴ്സ്. അപ്പോൾ ഫൈനൽ ഇയറിൽ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം, ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെയാണ് പാസ്സായത്? എന്തായാലും കാശ് കൊടുത്ത് പാസ്സായതല്ലേ, പരീക്ഷ എഴുതി തന്നെയാണ് പാസ്സായത്. എങ്ങനെ പാസ്സായി എന്നുള്ളത് എനിക്കും സർവേശ്വരനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അല്ലാതെ ഞാൻ വലിയ ജീനിയസ് ഒന്നും അല്ലായിരുന്നു. പഠിക്കാൻ വലിയ
കേമനോ സമർത്ഥനോ ഒന്നും അല്ലായിരുന്നു. എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്തിനേറെ പറയുന്നു, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി എന്ന് പറയുന്നത് പോലെ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾ പാസ്സായതെന്ന് വെച്ചാൽ എങ്ങനെയോ പാസ്സായി, അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ അധിഷ്ഠാന സത്യത്തെ ഒരിക്കലും ഭ്രമത്തിന് ഉത്തരവാദിയാക്കരുത്. അധിഷ്ഠാന സത്യം ഭ്രമത്തിൻ്റെ അധിഷ്ഠാനമായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഭ്രമത്തിന് ശൂന്യതയിൽ പൊന്താൻ പറ്റില്ല. ഒന്നിനെ കണ്ട് നമുക്ക് ഭ്രമം തോന്നണമെങ്കിൽ ആ ഭ്രമത്തിന് ആസ്പദമായ ഒരു സത്യവസ്തു ഉണ്ടായിരിക്കണം. ശൂന്യതയിൽ ഭ്രമം ഉണ്ടാവുകയില്ല. പക്ഷേ ശൂന്യതയിൽ തോന്നുന്ന ഭ്രമമാണ് ആകാശത്തിൻ്റെ നീലനിറം. പ്രപഞ്ചവും അങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷേ ശൂന്യതയിലല്ല ഈ ഭ്രമം കാണപ്പെടുന്നത്. അധിഷ്ഠാന സത്യമായ ആത്മാവിലാണ് ഈ പ്രപഞ്ച നാടകം അരങ്ങേറുന്നത്. ശൂന്യതയിൽ കാണുന്ന ഭ്രമത്തിൻ്റെ പേരാണ് ആകാശത്തിൻ്റെ നീലനിറം എന്ന് പറയുന്നത്. വെറും ശൂന്യമാണ്, ഒന്നുമില്ല അവിടെ. അവിടെയാണ് നീലനിറം കാണപ്പെടുന്നത്. അപ്പോൾ അധിഷ്ഠാന സത്യം യാതൊരു തരത്തിലും ഭ്രമത്തിന് ഉത്തരവാദിയാകുന്നില്ല. അതുകൊണ്ട് അധിഷ്ഠാന തത്വത്തെ കുറ്റപ്പെടുത്തുകയും അരുത്. കാണുന്നവൻ്റെ കുഴപ്പമാണ് കാഴ്ച. ആത്മാവ് ദ്രഷ്ടാവുമല്ല, കർത്താവുമല്ല, ഭോക്താവുമല്ല, ശ്രോതാവുമല്ല, വക്താവുമല്ല. ആത്മാവ് ഒരു കർമ്മത്തിലും ഏർപ്പെടുന്നില്ല. പക്ഷേ ഞാൻ എന്ന ഒരു ഭാവം പൊന്തുമ്പോൾ ആ ജീവനാണ് തന്നെ കർത്താവും ഭോക്താവും ഒക്കെയായി വിചാരിക്കുന്നത്. ആ ജീവൻ്റെ അനുഭവ തലത്തിലാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. ആത്മാവിൽ പ്രപഞ്ചാനുഭവമില്ല. പ്രപഞ്ചത്തിനപ്പുറത്താണ് ആത്മസ്ഥിതി. പക്ഷേ ഈ ഭ്രമം നടക്കുന്നത് ആത്മാവ് എന്നുള്ള ആ അധിഷ്ഠാനത്തിൽ തന്നെയാണ്. തച്ച ചിദ്രൂപം കാമകർമ്മ വാസനാനു 24 ദൃഷ്ടാദൃഷ്ടരൂപതേ തയോർ വിവൃണ്വൻ ദ്വിതീയസ്യ അക്ഷയത്വം ദർശയതി. ദൃഷ്ടം അദൃഷ്ടം, കാണപ്പെട്ടത് കാണപ്പെടാത്തത്, അറിഞ്ഞത് അറിയപ്പെടാത്തത്, ഇതിനെയൊക്കെ ഒരു ജീവൻ അനുഭവിക്കുന്നു. ചിലതിനെ കാണുന്നു, മറ്റ് പലതിനെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് ജീവൻ്റെ ഒടുങ്ങാത്ത സംസാരം നിലനിൽക്കുന്നത്. ദ്വിതീയസ്യ അക്ഷയത്വം ദർശയതി. രണ്ടാമത് മറ്റൊന്ന് ദ്വൈതം. ഈ ദ്വൈതവും അദ്വൈതം പോലെ തന്നെ നശിക്കാത്ത ഒന്നാണ്. കാരണം ദ്വൈതം അവസാനിക്കുന്നില്ല. ദ്വൈതം അവസാനിക്കുന്നത് അദ്വൈതം ഉറപ്പിക്കുന്നവൻ്റെ ഉള്ളിൽ മാത്രമാണ്. പുറമേ കാണപ്പെടുന്ന ഈ ദ്വൈതം അല്ലെങ്കിൽ പ്രപഞ്ചം ഒരിക്കലും അവസാനിക്കില്ല. അവസാനിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ വിവശ്ചിത്തും ഈ വടധാനന്മാരും പ്രപഞ്ചത്തിൻ്റെ അന്തം കണ്ടുപിടിച്ചേനല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പോൾ ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവിൽ മാത്രമാണ് പ്രപഞ്ചം അസ്തമിക്കുന്നത്, ഒടുങ്ങുന്നത്. അവിടെ പ്രപഞ്ചാനുഭവം ഒടുങ്ങുകയല്ല, നാനാത്വമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ പലതെന്ന പോലെ കാണപ്പെടുന്ന ദൃശ്യങ്ങൾ ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന് ഒരാൾ വ്യക്തമായി സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും നോക്കുമ്പോൾ ഈ പ്രപഞ്ചം പണ്ടത്തെ പോലെ തന്നെ കാണപ്പെടും. ജ്ഞാനിക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടോ? നിങ്ങൾ പ്രപഞ്ചാനുഭവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രിയ മനസ്ഥലങ്ങളിലുള്ള അനുഭവമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അനുഭവിക്കുന്ന അനുഭവമാണോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നാനാത്വത്തെ സത്യമെന്ന് കരുതുന്നില്ല. ഈ പ്രപഞ്ച നാമരൂപങ്ങളെ ഒരിക്കലും അദ്ദേഹം വാസ്തവമാണെന്ന് കരുതുന്നില്ല. പലത് കണ്ടാലും ആ പലതിൻ്റെ പുറകിൽ പലതായി കാണപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, നിശ്ചയമാണ്. ആ തീരുമാനത്തിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം പ്രപഞ്ചത്തെ അനുഭവിക്കുന്നില്ല എന്ന് വേണം പറയാൻ.
പക്ഷേ നമ്മൾ കാണുന്നത് പോലെ വസ്തുക്കളെ ഒരു ജ്ഞാനി കാണുന്നുണ്ടോ, അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അവയ്ക്ക് സത്യത്വം കൽപ്പിക്കുന്നില്ല. നാപ്രതീതിസ്തയോർ ബാധ കിന്തു മിഥ്യാത്വ നിശ്ചയ. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ വളരെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട്. ജ്ഞാനി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടോ? ഇന്ദ്രിയ മനസ്സുകളിലൂടെയുള്ള പ്രപഞ്ചാനുഭവം ജ്ഞാനിക്ക് അജ്ഞാനികളെപ്പോലെ തന്നെ ഉണ്ട്. പക്ഷേ അജ്ഞാനികൾ ഇന്ദ്രിയ മനസ്സുകൾ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളെ സത്യമെന്ന് കരുതുന്നു, ഉള്ളതായി കരുതുന്നു. ജ്ഞാനി അങ്ങനെ കരുതുന്നില്ല. അതേ ഉള്ളൂ വ്യത്യാസം. ഉപകരണങ്ങളാണ് ഓരോ കാഴ്ചകളെ കാണിച്ചു തരുന്നത്. ഉപകരണങ്ങളിലൂടെയുള്ള കാഴ്ചകൾ ജ്ഞാനിക്കും അജ്ഞാനിക്കും തുല്യമാണ്. പക്ഷേ എവിടെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അജ്ഞാനി പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുമ്പോൾ ജ്ഞാനി അതിനെ മിഥ്യ, നിസ്സാരം എന്ന് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആത്മാവിലാണ്, പരബ്രഹ്മത്തിലാണ്. ആ പരബ്രഹ്മം താൻ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ബ്രഹ്മമയം. അജ്ഞാനികൾ മേശ, കസേര, സൂര്യൻ, ചന്ദ്രൻ, പക്ഷി, മൃഗം ഇങ്ങനെ കാണും. ജ്ഞാനിക്ക് അങ്ങനെയുള്ള ഭേദചിന്തയില്ല. ഭേദത്തെ ജ്ഞാനിയുടെ ബുദ്ധി അംഗീകരിക്കുന്നേയില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ പ്രപഞ്ച അനുഭവം മാഞ്ഞു പോകണം എന്ന് ശഠിക്കരുത്. ജ്ഞാനി പ്രപഞ്ചത്തെ അനുഭവിക്കരുത്. നിങ്ങൾക്കുള്ളതുപോലെ അല്ലെങ്കിൽ നമുക്കുള്ളതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും ജ്ഞാനിക്കുമുണ്ട്. അവ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണോ പ്രപഞ്ചത്തെ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹവും കാണും. അല്ലാതെ കണ്ണിലൂടെ ദൃശ്യങ്ങളെ കാണരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പിന്നെ എവിടെയാണ് വ്യത്യാസം? കിന്തു മിഥ്യാത്വ നിശ്ചയ. കണ്ടാലും ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. നമുക്കങ്ങനെ തൽക്കാലം തീരുമാനിക്കാനുള്ള ശേഷിയില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നിനെ കാണുന്നു, കണ്ടത് സത്യം എന്നാണ് ജീവന്മാർ തീരുമാനിക്കുന്നത്. എന്തെന്തിനെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അവർ കാണുന്നു, അതിനെയൊക്കെ ബുദ്ധിയിലുള്ള അവിദ്യ അല്ലെങ്കിൽ അജ്ഞത കാരണമായിട്ട് സത്യം എന്ന് കരുതാൻ ജീവന്മാർ നിർബന്ധിതരാകുന്നു. അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള അവിദ്യയാണ്. ആ അവിദ്യയെ വിദ്യയിലൂടെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പലത് കണ്ടാലും ഒന്നേ ഉള്ളൂ എന്ന അനുഭവം നേടാൻ പറ്റും. പലത് കണ്ട് ഭ്രമിക്കില്ല എന്നർത്ഥം. പലതിനെ സത്യമെന്ന് കരുതുന്നത് കൊണ്ടാണല്ലോ ഭ്രമം സംഭവിക്കുന്നത്. ബുദ്ധി പലതിനെ അംഗീകരിക്കാതെ ഒന്നിൻ്റെ തന്നെ പല രൂപങ്ങളോ ഭാവങ്ങളോ ആണ് ഈ പ്രപഞ്ചം എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഭ്രമം, മോഹം അതിന് പ്രസക്തിയില്ല. അപ്പോൾ മോഹിക്കാതിരിക്കണം എന്നുള്ളതാണ്, കാണാതിരിക്കണം എന്നുള്ളതല്ല. കണ്ടോളൂ, കണ്ടിട്ട് മോഹിക്കരുത്. മോഹമാണ് ഒഴിവാക്കപ്പെടേണ്ടത്. മോഹം ഒഴിവാകണമെങ്കിൽ അവിദ്യ നശിക്കണം. അവിദ്യ നശിക്കണമെങ്കിൽ വിചാരത്തിലൂടെ ജ്ഞാനം നേടിയേ പറ്റൂ. വേറെ മാർഗമില്ല, കുറുക്ക് വഴികളില്ല. അല്ല, അത് വലിയ പ്രയാസമല്ലേ? അല്ല, ഏതാ പ്രയാസമില്ലാത്തത് എന്ന് പറയും. പ്രയാസമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പ്രയാസവും ഇല്ല. ഉറങ്ങാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. പലപ്പോഴും കിടന്നാൽ ഉറക്കം വരത്തില്ല. അപ്പോൾ ഉറങ്ങുന്നത് പോലും ഒരു തരത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഉറക്കം വരത്തില്ല. അപ്പോൾ എന്താണ് ലോകത്തിൽ എളുപ്പമായിട്ടുള്ളത്? ഒന്നും എളുപ്പമല്ല. എല്ലാം പ്രയാസമുള്ളവ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആത്മജ്ഞാനത്തെയും തത്വവിചാരത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കോളൂ ആ പട്ടികയിൽ. ചുമ്മാ ഒന്നും കിട്ടത്തില്ല, നല്ലതുപോലെ മനസ്സിലായിക്കോളൂ. ഓസിന് ഇവിടെ എന്തെങ്കിലും നേടാൻ പറ്റും എന്ന് വിചാരിച്ചാൽ അയാൾ മണ്ടനാണ്. മറ്റുള്ളവരെ നമുക്ക് പറ്റിക്കാൻ നിന്ന് തരുന്നവരുള്ളത് കൊണ്ടാണ്
കുറേ പേര് പറ്റിക്കുന്നത്. ആരും പറ്റിക്കപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടെ കബളിപ്പിക്കൽ, തട്ടിപ്പ്, ഫ്രോഡ് ഇതൊന്നും നടക്കത്തില്ല. കുറേ പേര് നിന്ന് കൊടുക്കുന്നു. എന്തുകൊണ്ട് അവർ നിന്ന് കൊടുക്കുന്നു? മണ്ടന്മാരായതുകൊണ്ട് നിന്ന് കൊടുക്കുന്നു. വേണ്ടവണ്ണം ചിന്തിച്ച് കാര്യങ്ങളെ തീരുമാനിക്കുന്നില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അതിൽ വിശ്വസിച്ച് ഓരോ തട്ടിപ്പുകൾക്ക് മനുഷ്യർ ഇരയാകുന്നു. വിദ്യാസമ്പന്നന്മാർ പോലും. ആരൊക്കെയാണ് തട്ടിപ്പിന് ഇരയാകുന്നതെന്നറിയാവോ? ജഡ്ജിമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പ്രൊഫസർമാർ, ബാങ്ക് മാനേജർമാർ. ഈ ഓൺലൈൻ തട്ടിപ്പിന് വിധേയരാകാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം ടോപ്പ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ വിചാരശേഷി, ചിന്താശേഷി ആ സമയത്ത് പ്രവർത്തിക്കുന്നില്ല. എന്തോ ഒരു മോഹം അവരുടെ മനസ്സിനെ ബാധിക്കുന്നു. പണത്തിലുള്ള ആഗ്രഹം ആകാം, പെട്ടെന്ന് എങ്ങനെയാണ് പണം ഉണ്ടാക്കാനുള്ള വഴി, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം തട്ടിപ്പിനിരയാവുന്നത്. അപ്പോൾ ഈ ആത്മാവ് പ്രപഞ്ചമെന്ന പോലെ കാണപ്പെട്ടാലും അല്ലെങ്കിൽ പ്രകാശിച്ചാലും അങ്ങനെ അത് പ്രപഞ്ചമായി പ്രകാശിക്കുന്നില്ല. ജീവന്മാർക്കാണ് പ്രപഞ്ചാനുഭവം, ആത്മാവിന് പ്രപഞ്ചാനുഭവമില്ല. ആത്മാവിൽ തന്നെ പൊന്തി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ തിരിച്ചു ലയിക്കുന്ന പ്രപഞ്ചത്തെ ആത്മാവ് അനുഭവിക്കുന്നില്ല. ഇതെങ്ങനെ? അതിനോട് ചോദിക്കണം. ജീവന്മാർക്കാണ് എന്നും പ്രപഞ്ചാനുഭവം. ആ പ്രപഞ്ചാനുഭവത്തിന് അധിഷ്ഠാനമായി ഈ സത്യം നിലകൊള്ളുന്നു. പ്രപഞ്ചത്തെ ഉണ്ടാക്കണമെന്ന് അത് ആഗ്രഹിക്കുന്നില്ല, പ്രപഞ്ചത്തെ അത് അനുഭവിക്കുന്നുമില്ല, പ്രപഞ്ചത്തെ അത് പൊന്തിച്ച് കാണിക്കുന്നുമില്ല. അത് കേവലം അധിഷ്ഠാനമായി കാണപ്പെടുന്നു. അധിഷ്ഠാനം എന്ന് പോലും അതിനെ പറയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചാനുഭവം തന്നെ മിഥ്യയാണെങ്കിൽ മിഥ്യയ്ക്ക് ഒരു അധിഷ്ഠാനത്തെ നമ്മൾ എന്തിന് കൽപ്പിക്കണം? ഭ്രമം പോലും ഒരു അധിഷ്ഠാനത്തോട് കൂടിയതായിരിക്കും. ഒന്നുമില്ലായ്മയിൽ ഭ്രമം പോലും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം ആത്മാവാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ആത്മാവിലെത്തിയാൽ, ആത്മാവിനെ അനുഭവിച്ചാൽ പ്രപഞ്ചാനുഭവം കള്ളമാണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആത്മാവിനെ എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം എന്ന് തന്നെ പറയുക? ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒന്നിൻ്റെയും അധിഷ്ഠാനമല്ല. അതിന് അധിഷ്ഠാനമായി മറ്റൊന്നും തന്നെയില്ല. അത് ഒന്നിൽ നിന്നും പൊന്തിയതല്ല. അതിൽ നിന്ന് വേറൊന്നും പൊന്താൻ പറ്റുകയുമില്ല. അത് എന്നും അതുമാത്രമായി നിലകൊള്ളുന്നു. അതിനെ കണ്ടെത്തിയവർക്ക് ഈ കാര്യത്തിൽ അശേഷം സംശയമില്ല. ദൃഷ്ടാദൃഷ്ടരൂപതേ തയോർ വിവൃണ്വൻ. കാണപ്പെട്ടത് കാണപ്പെടാത്തത്, ഈ ഭേദം ആത്മാവിലില്ല. ചില ദൃശ്യങ്ങൾ പൊന്തി വരുന്നു, അതിനെ നമ്മൾ കാണപ്പെട്ടതായി കരുതുന്നു. കാണപ്പെടാത്തത് എത്രയോ ഉണ്ട്. ഈ മായ ഇനിയും ഉണ്ടാക്കി കാണിക്കാത്ത ദൃശ്യങ്ങൾ അനേകമുണ്ട്. മായയുടെ ഒരു മായ അനാവരണം ചെയ്യപ്പെടുകയാണ്. മറ മാറി മായയിൽ ഒളിഞ്ഞു കിടക്കുന്ന പല ശക്തികളും പുറത്തു വരുമ്പോഴാണ് അത്ഭുതകരങ്ങളായ കാഴ്ചകളെ മനുഷ്യരും മറ്റ് ജീവികളും അനുഭവിക്കുന്നത്. അത് എത്ര എടുത്താലും തീരാത്ത അക്ഷയപാത്രം പോലെയാണ്. അതിൻ്റെ ശക്തികൾ ഒരിക്കലും ഒടുങ്ങുന്നില്ല. അനന്തശക്തികളോട് കൂടിയതാണ് ഈ ആത്മാവ്. അപ്പോൾ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത പല ദൃശ്യങ്ങളും ഇനി പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലോ, കേട്ടിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും പലതും പൊന്തി വരും. നമ്മൾ കണ്ണും തള്ളി നോക്കിയിരിക്കും. അതുകൊണ്ട് ഈ മായയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഈ മായ ഇല്ലാത്തതാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ആ മായ ആത്മാവിൻ്റെ ഒരു ശക്തിയാണ് എന്ന് പറയുന്നത് പോലും പൂർണ്ണമായി ശരിയല്ല.
അതുമാത്രമായിട്ടാണ് എപ്പോഴും ഉള്ളത്. അതിൽ നിന്ന് മായ പോലും ഒരിക്കലും പൊന്തുന്നില്ല. മായ എന്നുള്ളത് ദൃശ്യങ്ങളെ കാണുന്ന ഒരാളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. മായ ഉണ്ട്, മായ എന്നൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സത്യദർശികൾ പറയുന്നത്. ആത്മാവിനെ മാത്രം അനുഭവിക്കുന്ന ഒരാൾക്ക് മായയുടെ ആവശ്യം പോലുമില്ല. ആ ഒരു മായാശക്തിയെ അംഗീകരിക്കേണ്ട കാര്യം തന്നെ അവർക്കില്ല. അതുകൊണ്ട് ഇത് പ്രപഞ്ചമായി ഉണ്ടെങ്കിലും അങ്ങനെ പ്രത്യേകമായിട്ടത് ഒരു രീതിയിലും പ്രകാശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചിതണോരുദരേ സന്ധി സമസ്താനുഭവാണവഃ ശിലാശൈലോദര ഇവ സ്വച്ഛാത്മനിഖാത്മികാഃ. ചിതണു എന്നാണ് പറയുന്നത്. അണു എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായത്, ആറ്റം എന്നർത്ഥം. അതിനാണ് അണു എന്ന് പറയുന്നത്. അതിസൂക്ഷ്മം എന്നർത്ഥം. ഈ ചിത്ത് എന്ന് പറയുന്നത് അത്യന്തം സൂക്ഷ്മമായ ഒരു തത്വമാണ്. അത് സർവവ്യാപിയാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനവും ആധാരവുമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അത്യന്തം സൂക്ഷ്മമായ ഒരു തത്വമാണ്. അതുകൊണ്ട് അതിനെ ചിതണു എന്നാണ് വസിഷ്ഠനോ അല്ലെങ്കിൽ വിശ്വാമിത്രനോ അല്ലെങ്കിൽ വാൽമീകിയോ അതുപോലെയുള്ള മഹാത്മാക്കളോ എല്ലാവരും പറയുന്നത്. ആ ചിതണുവിൻ്റെ ഉദരത്തിൽ, വയറ്റിൽ, അതിൻ്റെ ഉള്ളിൽ ചിതണോരുദരേ സന്ധി ഉണ്ട്. എന്തുണ്ട്? സമസ്ത അനുഭവ അണവഹ. അനേകം അനുഭവങ്ങളാകുന്ന അണുക്കൾ ചിതണുവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ നാനാത്വ അനുഭവങ്ങളെല്ലാം ചിത്തിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ഒന്നും ചിത്തിന് പുറത്തല്ല, ചിത്തിന് വെളിയിൽ എന്നൊന്നില്ല. എല്ലാം ചിത്തിൻ്റെ ഉള്ളിൽ, ചിത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം, കോടിക്കണക്കിനുള്ള ജീവന്മാരുടെ സകല അനുഭവങ്ങളും അതിസൂക്ഷ്മമായ ചിതണുവിൻ്റെ ഉള്ളിലാണ് അവർ അനുഭവിക്കുന്നത്. അനുഭവങ്ങളാകുന്ന അണുക്കൾ, നാനാത്വം, ദ്വൈത അനുഭവങ്ങളെല്ലാം അതിസൂക്ഷ്മങ്ങളാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ തന്നെ അത് എപ്പോഴും സൂക്ഷ്മമാണ്. ആ അനുഭവാണുക്കൾ, ദ്വൈത അനുഭവാണുക്കൾ ഏകമായ ചിതണുവിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അതിസൂക്ഷ്മമായ ബോധത്തിൽ, സൂക്ഷ്മതലത്തിൽ മാത്രം സംഭവിക്കുന്നു. ഇവിടെ സ്ഥൂലത എന്നൊന്ന് ഇല്ല. സ്ഥൂലമാണ് എന്നുള്ള അനുഭവം സൂക്ഷ്മത്തിലാണ് നിലനിൽക്കുന്നത്. ഒന്ന് സ്ഥൂലമാണ്, ഈ മേശ കട്ടിയുള്ളതാണ് അല്ലെങ്കിൽ ഭാരമുള്ളതാണ്, ഇതിന് ദൃഢതയുണ്ട്. കല്ല് മൃദുവാണ്, പഞ്ഞി സോഫ്റ്റാണ്. അല്ല, കല്ല് കഠിനമാണ്, പഞ്ഞി സോഫ്റ്റാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് ചിത്ത് തന്നെയാണ്. ചിത്തിലാണ് കാഠിന്യവും മാർദ്ദവവും അനുഭവപ്പെടുന്നത്. രണ്ടിനെയും അറിയുന്നത് ചിത്താണ്. ആ ചിത്ത് കഠിനവുമല്ല മൃദുവുമല്ല. ഏത് അനുഭവത്തെയും ഉണ്ടാക്കിത്തരാൻ കഴിവുള്ള ഒരു സത്യമാണ് ഈ ചിത്ത് ബ്രഹ്മമെന്ന് പറയുന്നത്. അത് കേവല അനുഭവം തന്നെയാണ്. അതുണ്ടാക്കി കാണിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനെ ആധാരമാക്കിയുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ വാസ്തവമല്ല, യഥാർത്ഥമല്ല. എല്ലാ അനുഭവാണുക്കളും ചിതണുവിൻ്റെ ഉള്ളിലാണ്. ശിലാശൈലോദരൈവ. ഇതേതുപോലെ ഒരു മഹാപർവ്വതത്തിൻ്റെ ഉള്ളിലുള്ള ശിലകളെപ്പോലെ, പൊട്ടിച്ചെടുത്ത കല്ലല്ല. പർവ്വതം എന്ന് പറയുന്നത് ശിലാസമുച്ചയമാണ്. അനേകം ശിലകൾ ചേർന്നിട്ടാണ് പർവ്വതം എന്ന പോലെ കാണപ്പെടുന്നത്. ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ധാരാളം കല്ലുകളുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റും. അതിലില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത്? മല പൊട്ടിച്ചാണല്ലോ, കുന്നും മറ്റുമൊക്കെ ഇടിച്ചിട്ടാണല്ലോ കല്ലുകൾ എടുക്കുന്നത്. അപ്പോൾ പർവ്വതത്തിൻ്റെ ഉള്ളിൽ അനേകം ശിലാഖണ്ഡങ്ങളുണ്ട്. പക്ഷേ നോക്കിയാൽ നമുക്ക് പർവ്വതത്തെ മാത്രമേ കാണാൻ പറ്റൂ.
അവയുടെ ഉള്ളിലുള്ള ശിലാഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് പർവ്വതം തന്നെ അല്ല എന്ന് പറയുമോ നിങ്ങൾ? ധൈര്യമുണ്ടോ? മല എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ കല്ല് തന്നെയാണ്. മലയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന പാറക്കഷ്ണങ്ങളും കല്ല് തന്നെയാണ്. ഇതുപോലെ ചിത്തിൽ തോന്നുന്ന അനന്തകോടി അനുഭവങ്ങളും ചിത്ത് തന്നെ. ചിത്തിൽ നിന്ന് അവ ഒരിക്കലും വ്യത്യസ്തങ്ങളല്ല. ശൈലത്തിൻ്റെ, പർവ്വതത്തിൻ്റെ ഉദരത്തിൽ ശിലകൾ എങ്ങനെയാണോ മറഞ്ഞ് ആവരണം ചെയ്യപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത്, ഒരു കല്ല് കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കല്ലിൻ്റെ ഉള്ളിൽ ഗണപതിയുടെ രൂപമുണ്ട് എന്ന് ഒരു ശില്പി പറഞ്ഞാൽ നിങ്ങൾ അത് സത്യമാണെന്ന് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അയാൾ ചുമ്മാ നമ്മെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറയുമോ? ഒരു കല്ല്, ചതുരാകൃതിയിലുള്ള ഒരു കല്ല്, ഇതിൻ്റെ ഉള്ളിൽ മഹാഗണപതിയുണ്ട്. ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. ഉറങ്ങുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട്. ഒന്ന് ഞെട്ടി ഒന്ന് ഉണരുമല്ലോ. അന്ന് പറഞ്ഞില്ലേ താ ആരുവാന്ന്, അതുപോലെ. അപ്പോൾ സൗണ്ട് ഇഫക്റ്റിന് ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരാളുണ്ടല്ലോ, റസൂൽ പൂക്കുറ്റി. ഒരു കാലോ അരയോ റസൂൽ പൂക്കുറ്റിയാണ് ഞാനെന്ന് വിചാരിച്ചോളൂ. പലതരത്തെ സംഗീത സംവിധാനമൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ശബ്ദം കൂട്ടാനും വോള്യൂം കുറയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർത്തുന്നു എന്ന് മാത്രം വിചാരിക്കരുത്. ഉറങ്ങാമല്ലോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉറങ്ങാമല്ലോ. നമ്മളാകെപ്പാടെ 1.5 മണിക്കൂർ അല്ലേ ഇവിടെ ക്ലാസ് നടത്തുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. പക്ഷേ ഗുരുദേവൻ പറയുന്നതല്ല, ഉണരണമിന്നി ഉറങ്ങരുത്, ഉണരണമിന്നി ഉറങ്ങിടാതിരിക്കണം. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിലേക്ക് പോവുക എന്നർത്ഥം. സത്യം കണ്ട് ഉണരുന്നതിനെയാണ് ഉണരുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ അനുഭവങ്ങളും. പ്രപഞ്ചം എന്നുള്ളത് ഒരു അനുഭവമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പ്രപഞ്ച പദാർത്ഥങ്ങൾ ഇതെല്ലാം അനുഭവമാണല്ലോ. അപ്പോൾ എല്ലാം അനുഭവത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വേദാന്തികൾ പറയുമ്പോൾ നമ്മൾ നെറ്റി ചൊളിക്കുന്നത് എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രപഞ്ചം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, പ്രപഞ്ചാനുഭവം ഉള്ള രണ്ടവസ്ഥകളാണ് ജാഗ്രത്തും സ്വപ്നവും. പ്രപഞ്ചാനുഭവം ഒടുങ്ങുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 അനുഭവങ്ങളും അനുഭവങ്ങളാണല്ലോ. അനുഭവത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മം, ചിത്ത്, ആത്മാവ്. അത് കേവലം അനുഭവ സ്വരൂപമാണ്. അതിൽ ദ്വൈതാനുഭവങ്ങളൊന്നുമില്ല. ദ്വൈതാനുഭവങ്ങൾ അതിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ്. അതുകൊണ്ട് ഈ ദ്വൈത പ്രപഞ്ചം മിഥ്യ തന്നെ. ഇത് തീരുമാനിക്കാൻ ഒരുപാടൊന്നും പഠിക്കേണ്ട, ഒരല്പം ബുദ്ധി കുറച്ച് മതി. നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഭാഷയെ പറഞ്ഞാൽ ഇത്തുപൂരം, തൃശ്ശൂർ പൂരമല്ല, അല്പം എന്ന് പറയാനാണ് തിരുവനന്തപുരംകാർ പറയുന്നത്. ഇത്തുപൂരം, ഇത്തിരി, ഒത്തിരി നമ്മൾ പറയാറില്ലേ? ഇത്തിരി, അല്പം, കുറച്ച്. അതിൻ്റെ വിപരീത പദമാണ് ഒത്തിരി. അപ്പോൾ ഇച്ചിരി എന്ന് ചിലർ പറയും, അല്പം എന്ന് പറയും, സ്വൽപ്പം എന്ന് പറയും. അല്പം, വളരെ കുറച്ചെന്നാണ് സ്വൽപ്പം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ചോറ് കുറച്ചുകൊണ്ട് ഇട്ടട്ടെ, അയ്യോ സ്വൽപ്പം മതി, വളരെ കുറച്ച് എന്നർത്ഥം. അപ്പോൾ ഈ ആത്മാവിൽ അല്പം പോലും അല്ലെങ്കിൽ സ്വൽപ്പം പോലും ദ്വൈതം ഇല്ല.